താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ പരിക്കേറ്റ ഷഹബാസ് മരിച്ചു. കുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടി ഏറ്റവും മാരകായുധങ്ങളുമായി മർദ്ദനമേറ്റ കുട്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ രാത്രി 12:30 മണിക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഏറ്റവും ഹീനമായ ഒരു കൊലപാതകമാണ് അരങ്ങേറിയത്. താമരശ്ശേരി ഒരു ട്യൂട്ടോറിലെ 2 സംഘം കുട്ടികൾ ഒരു ഡാൻസ് പ്രോഗ്രാം പോകുമ്പോൾ ഓഡിയോ നഷ്ടപ്പെട്ടു എന്നതിന് പേരിൽ കൂകി വിളിച്ചു എന്നതായിരുന്നു സംഘർഷം തുടക്കമായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ സംഭവം. അതിനുശേഷം ഈ ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം. വ്യാഴാഴ്ച കുട്ടികൾ പിന്നെയും ഏറ്റുമുട്ടുകയായിരുന്നു. എന്തായാലും 70% തലച്ചോർ തല്ലിപ്പൊളിച്ചാണ് ഈ ഷഹബാസ് എന്ന കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവസാനം ഇന്നലെ രാത്രി 12:30 മണിക്ക് ഹീനമായ സംഘർഷത്തിൻ്റെ ബലിയാടായി ഈ കുട്ടി ഈ ലോകത്തോട് യാത്ര പറഞ്ഞുപോയി. ഏറ്റവും ഓരോ രക്ഷകർത്താവും ഓരോ വിദ്യാർത്ഥിയും ഇന്ന് സങ്കടപ്പെടേണ്ട ദിവസമാണ്. ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യമാണ്. മാത്രമല്ല ഈ കൊലപാതകം നടത്തിയ കൊലക്കേസിലെ പ്രതികളായ കുട്ടികൾ മുഴുവനും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ജാമ്യം കൊടുത്തതിൻ്റെ പേരിൽ കുട്ടികളെ സ്കൂളിൽ വീട്ടിലേക്ക് വിടാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ ഈ പ്രതികൾ മുഴുവൻ ഇപ്പോൾ വീട്ടിലാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ എടുത്തു പറയണം. നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഏജൻസികളൊക്കെ തന്നെ ഈ അതിഭീകരമായ കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകളെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്നൊരു അഭിപ്രായം കൂടി നമുക്കുണ്ട്. കാരണം ഈ സമൂഹത്തിൽ കൊലപാതകം പോലുള്ള ഹീനമായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെല്ലാം നല്ല അഭിഭാഷകരെ ഏർപ്പെടുത്തി കോടതിയിൽ നിന്ന് കൃത്യമായി ജാമ്യം വാങ്ങിച്ച് പുറത്തു വരുമ്പോൾ ജീവൻ പണയം വെച്ച് ഇവരെ കയ്യാമം വയ്ക്കാൻ തീരുമാനിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വല്ലാത്ത നിരാശ അനുഭവപ്പെടുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. നിരപരാധി ശിക്ഷിക്കപ്പെടാൻ ഒരിക്കലും നമ്മൾ പിന്തുണയ്ക്കില്ല. അതേസമയം അപരാധികൾ ഏറ്റവും വേഗത്തിൽ കിട്ടുന്ന പണത്തിൻ്റെ കൊഴുപ്പിൻ്റെ പേരിൽ ജാമ്യം തേടി പുറത്തു വരികയാണെങ്കിൽ അത് ഈ സമൂഹത്തിൻ്റെ സമാധാനം തല്ലിക്കെടുത്തുമെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. ഇപ്പോൾ സമയം 7 മണി 50 മിനിറ്റ് 31 സെക്കൻഡും. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ മരിച്ച 10ാം ക്ലാസ്സുകാരൻ്റെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, വിശദാംശങ്ങൾ. എനിക്കറിയാം മന്ത്രി ഇപ്പോൾ നമ്മോട് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എന്നാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചടുലമായ അടുത്ത നീക്കം എന്താണ്? നമുക്ക് ഈ കാര്യത്തിലുള്ള ഏറ്റവും വലിയ പ്രതിഷേധം അത് അർഹിക്കുന്ന ഭാഷയിൽ നമ്മൾ രേഖപ്പെടുത്തുക തന്നെ വേണം. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലാണെങ്കിൽ കൂടി അക്കാര്യത്തിൽ, അതായത് ഈ സംഭവം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ അന്വേഷണം പ്രഖ്യാപിച്ച അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഈ കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് ആദ്യഘട്ടത്തിൽ പരിശോധിക്കണമെന്ന് മന്ത്രിയുടെ ഓഫീസിന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഏതായാലും വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവം, അതല്ലെങ്കിൽ സർക്കാരിനാകെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. ഇക്കാര്യത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. കാരണം ഇതിൽ ചില ഇൻസ്റ്റഗ്രാം ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മുഹമ്മദ് ഷമാസ് 2 സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ, ഒരു വിയോജിപ്പിൻ്റെ പേരിൽ പരസ്യമായി പോർ വിളിക്കാനുണ്ടായ സാഹചര്യം. രണ്ടാമത്തേത് ഈ സിനിമ സ്റ്റൈലിലൊക്കെ, അതല്ലെങ്കിൽ മറ്റു നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് അവിടെ വെച്ച് അവരുടെ ആയുധ പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനുള്ള സാഹചര്യത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ പോയി. മൂന്നാമത്തേത് ചില ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ ഓഡിയോകളൊക്കെ വെക്കാൻ പുറത്തു വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ മുഹമ്മദ് ഷഹബാസിനെ കൊല്ലുമെന്നൊരു കുട്ടി പറയുന്നത്, അവൻ്റെ കണ്ണിപ്പോൾ ഇല്ല എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാകട്ടെ, ഈ വിഷയത്തിൽ ആൾക്കൂട്ടം മർദ്ദിച്ച ഒരാൾ കൊല്ലപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ചില സംഭാഷണങ്ങൾ. 3, ഈ കുട്ടികളെ തമ്മിൽ പരസ്പരം തല്ലാൻ ഈ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ പോർ വിളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ആ ശബ്ദരേഖയും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് ഈ ഷഹബാസിൻ്റെ ബന്ധുക്കൾ തന്നെ ഇതിനോടകം തന്നെ കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആസൂത്രണം നടന്നിട്ടുണ്ടോ, മുതിർന്ന ആർക്കെങ്കിലും പങ്കുണ്ടായിട്ടുണ്ടോ, അവർ ഉപയോഗിച്ച ആയുധം എങ്ങനെ ഈ സ്കൂൾ കുട്ടികൾക്ക് ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വിശദമായ അന്വേഷണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തുമെന്നുള്ള കാര്യത്തിൽ, ഷാനവാസ് നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അടുത്ത തിങ്കളാഴ്ച SLC പരീക്ഷ എഴുതേണ്ട ഒരു വിദ്യാർത്ഥിയാണ് ഈ രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും അക്കാര്യത്തിൽ കർശനമായി